ദിലീപ് ഫ്രം കാസർഗോഡ്. അപ്പോൾ ഇന്ന് മഴയെല്ലാം ആയിട്ട് വീട്ടിലേക്ക് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പറ്റില്ല. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോഞ്ചിന് പോവാണ്. അതെങ്ങനെ ഇമ്പോർട്ടൻസ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. യൂഷ്വലി ലോഞ്ച് നടക്കുന്നത് ഷോറൂമുകളിലായിരിക്കും. പക്ഷേ ഇത്തവണ KVR ടാറ്റ അത് ഒരു മാറ്റി പിടിച്ചിട്ടുണ്ട്. സെക്യൂര മാളിൽ വെച്ചാണ് ലോഞ്ച് നടക്കുന്നത്. അപ്പോൾ ലോഞ്ചും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പബ്ലിക്കും ഉണ്ടാകും, കസ്റ്റമേഴ്സ് മാത്രമല്ലാത്ത. അപ്പോൾ രസമല്ലേ, എല്ലാവരും ഒന്ന് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാമല്ലോ. ലോഞ്ച് ചെയ്ത ശേഷം ഞാൻ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ മറ്റ് 1-2 ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു. KVRൻ്റെ കംപ്ലീറ്റ് ടീം ഉണ്ടായിരുന്നു. നല്ലൊരു പ്രോഗ്രാമായിരുന്നു, വൈബായിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. വാഹനത്തിൻ്റെ ഒരു ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നുള്ളത് നിങ്ങൾ ഓൾറെഡി സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയേണ്ടത് ആൾട്രോസിൽ ഇതുവരെ ഇല്ലാതിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ രീതിയിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യുവാണെങ്കിൽ, നല്ല അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയറാണ്. നല്ല സ്റ്റിയറിങ്ങിൻ്റെ ഭാഗമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ ക്ലസ്റ്ററൊക്കെ ഒരു അൾട്രാ മോഡേൺ ലെവലിലേക്ക് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ സീറ്റ് നല്ല തൈ സപ്പോർട്ടും ഒരു പ്രീമിയം വാഹനത്തിനകത്ത് ലഭിക്കുന്ന രീതിയിലുള്ള സീറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ 90 ഡിഗ്രി വൈഡായിട്ട് നമ്മൾ റിയർ ഡോറൊക്കെ ഓപ്പൺ ചെയ്യാം, അതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്കറിയേണ്ടത് എഫിഷ്യൻസിയും കാര്യങ്ങളും എങ്ങനെയാണ്, CNG എങ്ങനെയാണ്, പെട്രോൾ എങ്ങനെയാണ്, ഡീസൽ എങ്ങനെയാണ്, അതോ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വാഹനത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക.